പ്രൈസ് ലോർഡ്. വീണ്ടും ഒന്നിച്ച് കർത്തനിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. കൃപ എന്ന് പറയുന്ന ഒരു പദം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണെങ്കിലും അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. എഫെസ്യർ 2-ാം അധ്യായത്തില് 5-ാമത്തെ വാക്യത്തിൽ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ട്, രക്ഷയുടെ 3 കാലഘട്ടങ്ങളെ കുറിച്ച്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരുണയും മഹാസ്നേഹവും നിമിത്തം നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ ദൈവത്തിന്റെ മക്കളോ ആശികളാക്കി തീർത്തപ്പം കൃപയുടെ ഒരളവ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയാലാണ് പാപത്തിന്റെ ശിക്ഷയിൽ നമ്മളെല്ലാവരും വിടുവിക്കപ്പെട്ടത്. പക്ഷെ നമ്മൾ ഈ കൃപയിൽ വളരാനായിട്ട് പറയുന്നുണ്ട്. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, 2 പത്രോസ് 3:18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: കൃപയിലും നമ്മുടെ കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പൊ കൃപയിൽ നമ്മൾ വളരുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കൃപയാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അനുഭവിക്കുന്നു. ഇനി അടുത്തതായിട്ട് കൃപയാൽ നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ അനുഭവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഒരളവിൽ ദൈവത്തിന്റെ കൃപയാണ്, ഒരളവിൽ നിന്നല്ല, മുഴുവനായും ദൈവത്തിന്റെ കൃപയാണ് പാപത്തിന്റെ ശിക്ഷയിൽ നമ്മളെ വിടുവിച്ചതെങ്കിൽ, 2-ാമത്തെ ഘട്ടത്തിലും ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും വിടുവിക്കുന്നത്. തുടർന്ന് എഫെസ്യർ 2-ന്റെ അടുത്ത വാക്യത്തിൽ 6-7 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പം പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിയെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയതിന്റെ ഉദ്ദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ആ കൃപ എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? ആ കൃപയാണ് നമ്മളെ റോമർ 6:14 വായിക്കുന്നത്: നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്ക് അത്ര അതിൻ്റെ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ഒന്ന്, കൃപ നമ്മളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. 2-ാമത് ഈ കൃപ നമ്മളെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കും, അല്ലെ പാപത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന്, അധികാരത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കും. അപ്പൊ ആ ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കാനാണ് ദൈവം നമ്മളെ ക്രിസ്തുവിനോട് ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ ഈ കൃപയോടുള്ള ബന്ധത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിന്റെ മുതലേ ഉണ്ടായിരുന്നു, ഈ കൃപ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കാണുന്ന ഒരു മനോഭാവം. എന്ന് പറഞ്ഞാൽ കൃപയുണ്ടല്ലോ, അതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൃപ നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നമ്മളെ വിടുവിക്കും. കൃപയുടെ ഉദ്ദേശം എന്താ? നമ്മൾ പാപം ചെയ്യരുതെന്നുള്ളതാണ്. നമ്മള് റോമാലേഖനത്തില് പഠിക്കുന്ന സമയത്ത് ആ വാക്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തില് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്:
അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാൾ വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കൃപ നമ്മളെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുക. തുടർന്ന് 15-ാം വാക്യം 6-15 നമ്മൾ വായിക്കുന്നത്, എന്നാലെന്ത്? ന്യായപ്രമാണത്തിനെല്ലാം കൃപയ്ക്ക് അത്ര അധീനരാക്കിയാൽ നാം പാപം ചെയ്യുക എന്ന ഒരു നാളും അരുത്. അപ്പൊ ഈ വരുന്ന കാലത്ത് കൃപയുടെ അത്യന്ത ധനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി പാപത്തിന്റെ ശക്തിയിൽ നമ്മളെ വിടുവിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ ചിന്തിക്കുന്നേ? കൃപയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പാപം ചെയ്താലൊന്നും പേടിക്കാനില്ല, അത് കഴിഞ്ഞൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി എന്നാണോ? അതോ കൃപയുള്ളത് കൊണ്ട് എനിക്ക് പാപത്തെ ജയിക്കാമെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? എബ്രായർ 4-15-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-15-16 വാക്യങ്ങളില് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴിയെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെടണം അത്ര നമുക്കുള്ളതാകയാൽ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി. അപ്പൊ പരീക്ഷയുടെ സമയത്താണ് നമുക്ക് കൃപ ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ ഓരോ പരീക്ഷകളെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യം എന്താ? കൃപയുള്ളതുകൊണ്ട് പാപം ചെയ്യാമെന്നാണോ? അതോ കൃപയുള്ളത് കൊണ്ട് എനിക്ക് പാപത്തെ ജയിക്കാമെന്നാണോ? നമ്മൾ സത്യസന്ധരാണ്, പല സാഹചര്യങ്ങളിലും നമ്മൾ ചിന്തിക്കാറുള്ള കൃപയുണ്ടല്ലോ, അതുകൊണ്ട് അത്ര പേടിക്കാനൊന്നും ഇല്ല. ആ ഒരു മനോഭാവം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. യൂദയുടെ ലേഖനം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. യൂദയുടെ ലേഖനം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, കൃപയെ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കുന്ന ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. സത്യസന്ധനാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഈ കൃപ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പം ദൈവത്തിന്റെ കൃപ നമ്മളെ പാപത്തെ ജയിക്കാനായിട്ട് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ സഹായത്തിനുള്ള കൃപ. ഓരോ പരീക്ഷയിലും നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പം നമ്മൾ അശക്തരാണ്, നമുക്ക് ജയിക്കാൻ കഴിവില്ല. പക്ഷെ നമ്മൾ കൃപയിൽ ആശ്രയിക്കുന്നിടത്ത് നമുക്ക് ജയിക്കാൻ കഴിയും. പഴയ പാട്ടുകളുണ്ടല്ലോ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവന്റെ ചുവടുകളിൽ. അപ്പൊ കൃപയുണ്ടെങ്കിൽ കർത്താവ് നടന്നതുപോലെ നമുക്ക് നടക്കാനായിട്ട് കഴിയും. കൃപ നമ്മളെ അതിനാ സഹായിക്കുന്നത്. പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ കൃപയെ പാപം ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുന്ന ചില മനുഷ്യരെ നുഴഞ്ഞു വന്നിരിക്കുന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം പാപം ചെയ്യരുതെന്നുള്ളതാണ്. തുടർച്ചയായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? പരീക്ഷകൾ അഭിമുഖീകരിക്കുമ്പം ഞാൻ പാപം ചെയ്യാൻ പാടില്ല, ഞാൻ പാപത്തെ ജയിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ എത്ര പേർക്ക് വന്നിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞപ്പം പറയായിരുന്നു, പുള്ളി ഒരു യാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടിൽ ചെന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവിടെ അതിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീയെ മൊബൈലൊക്കെ നോക്കിയിരിക്കുക. അപ്പം സമയം ഏതാണ്ടായി. അപ്പം ബ്രദർ പറയായിരുന്നു, അവിടെ നിൽക്കുന്നവരൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി ഈ സ്ത്രീയോട്. പക്ഷെ പുള്ളിക്കാരി അതൊന്നും പരിഗണിക്കുന്നേ ഇല്ല. അപ്പം ബ്രദർ തന്നെ കണ്ട ഒരു കാര്യം, അവരോട് ചേർന്ന് ഒച്ചയുണ്ടാക്കാനുള്ള ഒരു പരീക്ഷയാണ്. പക്ഷെ അവിടെ ദൈവാത്മാവ് ബ്രദറിനോട് സംസാരിച്ചെന്ന് പറഞ്ഞു, ഇവിടെ നീ മറ്റുള്ളവർക്ക് വ്യത്യസ്തനായിട്ട് ദൈവത്തിനെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ അക്ഷമനാകുകയോ അസ്വസ്ഥനാകുകയോ ഒച്ചയുണ്ടാക്കുകയോ പരാതി പറയുകയോ ചെയ്യാതെ നീ സ്വസ്ഥനായിട്ട് ഈ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കും. ബ്രദർ പറഞ്ഞൊരു കാര്യം, അങ്ങനെ നിശബ്ദനായി നിന്ന് ടിക്കറ്റൊക്കെ മേടിച്ചൊരു നന്ദിയൊക്കെ പറഞ്ഞ് ബ്രദർ പോയി എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഈ ടിക്കറ്റ് മേടിച്ച് ഇവരെ
വല്ലാത്ത വാക്കുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അതിന്റെ നടുവിൽ ബ്രദർ അങ്ങനെ ചെയ്തില്ല. അപ്പം ബ്രദറും പറഞ്ഞൊരു കാര്യം, എനിക്ക് ചെയ്യാനുള്ള പരീക്ഷയുണ്ട്, പക്ഷെ അവിടെ ദൈവാത്മാവിന്റെ ശബ്ദം ഞാൻ കേട്ടു. നമ്മൾ റോമർ 8 നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, നാം ദൈവത്തിന്റെ മക്കളാകുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവോട് സാക്ഷി പറയുന്നു. പരീക്ഷകളിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല് നമുക്ക് നിരന്തരമായിട്ട് കേൾക്കാൻ കഴിയും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നാം ദൈവത്തിന്റെ മക്കളായി ആകുന്നത് കൊണ്ട് കർത്താവ് പ്രതികരിച്ചതുപോലെ, കർത്താവ് നടന്നതുപോലെ നാമും ആ പരീക്ഷകളിൽ നടക്കണമെന്നുള്ളതാണ്. പക്ഷെ കൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതാണ്. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇനി കൃപയുടെ ഒരു അത്യന്ത ധനം നമ്മൾ കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് കൃപയിൽ വളരുക എന്ന് പറയുമ്പോൾ. കൂടുതൽ കൂടുതൽ നമ്മൾ കൃപ അനുഭവിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. നമ്മുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടുകളിലും ചിന്താഗതികളിലെല്ലാം രാത്രിയും പകലും പോലുള്ളൊരു വ്യത്യാസം വരാൻ തുടങ്ങും. അപ്പം കൃപയാണ് ഈ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. 2 കൊരിന്ത്യർ 6 അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി പോകരുതെന്ന് ഞങ്ങൾ ക്രിസ്തുവിന്റെ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ കൃപ വ്യർത്ഥമായി പോവാന്ന് പറഞ്ഞാൽ നമ്മൾ കൃപയെ ഉപയോഗിക്കാതിരിക്കുകയാണ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ. ഓരോ പരീക്ഷയിലും നമ്മൾ കൃപയ്ക്ക് അധീനരാകുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ആത്മാവിന്റെ ഫലമായിരിക്കും, കർത്താവിന്റെ അതേ സ്വഭാവമായിരിക്കും. പക്ഷെ നമുക്ക് വ്യർത്ഥമാക്കി കളയാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ അതിങ്ങനാണ്, നമ്മള് പരീക്ഷകളില് കൃപയുള്ളത് കൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ല, കോപിച്ചാലും പരാതി പറഞ്ഞാലും മോഹിച്ചാലും ക്ഷമ ചോദിക്കാതിരുന്നാലും കൈപ്പോടിരുന്നാലും നിരാശപ്പെട്ടിരുന്നാലും കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ഈ കൃപയെ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കൃപ നമ്മളെ കൂടുതൽ 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 പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കും യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്കും നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ കൃപയെ ആ നിലയിൽ എടുക്കുന്നിടത്ത് മാത്രമേ കൃപ നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലുള്ള ഒരു പ്രവൃത്തി ചെയ്യത്തുള്ളൂ. ഒരു പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്കിവിടെ കൃപയുള്ളത് കൊണ്ട് എനിക്കിതിനെ ജയിക്കാൻ കഴിയും. കർത്താവ് ജയിച്ചതുപോലെ എനിക്കും ജയിക്കാം. കർത്താവ് ആ കൃപയാലാണ് കർത്താവും ജയിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാ പരീക്ഷകളിലും ഈ കൃപയ്ക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്, കൃപയ്ക്ക് അധീനനായിരുന്നത് കൊണ്ട് കർത്താവ് പാപത്തെ ജയിച്ചു. പരിശുദ്ധാത്മാവിന്റെ കൃപ ആണ് തന്നെ സ്വാതന്ത്ര്യ ഈ പിതാവിന് ഇഷ്ടം പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. നമ്മുടെയും ക്രിസ്തു ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ യാത്രയിൽ ഈ കൃപ അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. കൃപ ഇതുവരെയുള്ള എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ എനിക്ക് സഹായമായി തീർന്നെങ്കിൽ ഇനി ഞാൻ നേരിടാൻ പോകുന്ന എല്ലാ പാപങ്ങളെയും ജയിപ്പാൻ കൃപ മതിയെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, അവിടെ എബ്രായർ 4 വായിക്കുന്ന സഹായത്തിനുള്ള കൃപ. 2 കാര്യം പറഞ്ഞിട്ടുണ്ട്, കരുണയും കൃപയും. കരുണ നമ്മൾ വീണതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ കൃപ എന്ന് പറയുന്നത് നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ദൈവകൃപ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, കണ്ണുകളെ സൂക്ഷിക്കാൻ, നടപ്പിനെ ക്രമപ്പെടുത്താൻ, ചിന്തകളെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. നമ്മൾ കൃപയിൽ വളരും തോറും കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആ കാലഘട്ടത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സാത്താൻ അവിടെ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അവിടെ അവരുടെ ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ 4-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് അഭക്തരായ ചില മനുഷ്യർ, ഭക്തർ എന്ന് പറഞ്ഞാൽ ദൈവഭയം ഇല്ലാത്ത ചില മനുഷ്യർ. നമുക്കറിയാം ദൈവത്തിന്റെ ഭയം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്താ? സദൃശവാക്യം 8:13 യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്, പാപത്തെ വെറുക്കുന്നതാണ്.
അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ നമ്മൾ പാപത്തെ വെറുക്കാൻ തുടങ്ങും. പാപത്തെ നമ്മൾ ശത്രുവായിട്ട് കാണും. അതേസമയം നമ്മൾ ഈ കൃപയ്ക്ക് അധീനരല്ലെങ്കിൽ പാപത്തെ നമുക്ക് വെറുക്കാനായിട്ട് കഴിയത്തില്ല. യഥാർത്ഥത്തിൽ ദൈവകൃപ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രാഥമികമായ ഒരു ഫലമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭയമാണ്. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. കാരണം നാം ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് ഈ കൃപ നമുക്കില്ലെങ്കിൽ നമ്മൾ ഏത് നിമിഷവും പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു വാക്യമാണ് 1 പത്രോസ് 5-ാം അധ്യായത്തിലുള്ളത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്താൽ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കൃപയെ പലപ്പോഴും ആശ്രയിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഒന്നുകൂടെ ശ്രമിച്ചാൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും, ജയിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാറുള്ളത്. നമ്മളൊരു ശിശുവിനെ പോലെ കൃപയിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മൾ നിഗളികളായിട്ട് പലപ്പോഴും നമ്മളിൽ തന്നെ നമ്മൾ ചാരുന്ന കാണാൻ കഴിയും. എന്നെ കൊണ്ട് കഴിയും. ആ ഒരു ചിന്ത നിഗളത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ താഴ്മയുള്ളവരാണെങ്കിൽ നമ്മൾ ഏറ്റു പറയുന്ന ഒരു കാര്യം, എനിക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല, കർത്താവിനെ എന്നെ നിർത്താൻ കഴിയത്തുള്ളൂ. ഇപ്പം ഒരു പുതിയൊരു പാട്ടുണ്ടല്ലോ, നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാണ്. യൂദ 24 അതാ പറയുന്നത്, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് എന്റെ മഹിമാസന്നിധിയിൽ. ഈ കൃപയാണ് ഈ പ്രവൃത്തിയെല്ലാം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏതളവിൽ താഴ്മയിൽ നടക്കുകയും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നിടത്ത് ഈ കൃപ നമ്മളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. കൃപ വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ കൃപയിൽ നമ്മൾ വളരുമ്പം നമ്മൾ നിരാശയെ ജയിക്കാൻ തുടങ്ങും. നമ്മൾ പരാതിപ്പെടുന്നവരാണെങ്കിൽ ഈ കൃപ നമ്മളിൽ വർദ്ധിക്കുമ്പം നമ്മൾ പരാതി ഇല്ലാത്തവരായിത്തീരും എന്ന് മാത്രമല്ല, നമ്മൾ സ്തോത്രം ചെയ്യുന്നവരായിത്തീരും. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാനുള്ള ദൈവകൽപ്പന നമുക്കുണ്ട്. പക്ഷെ കൃപയില്ലാത്തത് കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ കൃപയിൽ അധീനരും കൃപയിൽ നമ്മൾ വളരുന്നവരുമാണെങ്കിൽ സാവകാശം പടിപടിയായിട്ട് നമ്മൾ സ്തോത്രം ചെയ്യാനായിട്ട് തുടങ്ങും. പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉള്ളിൽ ഒരു സ്തുതിയുടെ ആത്മാവിനാൽ നമ്മൾ നിറയുന്ന കാണാനായിട്ട് കഴിയും. യെശയ്യാപ്രവചനത്തിലെ വാക്യമുണ്ട്, വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും ഞാൻ അവർക്ക് കൊടുക്കും. കാരണം ഈ കൃപയിൽ നമ്മൾ വളരും തോറും ഈ വിഷണ്ട മനസ്സ്, നിരാശയുള്ള മനസ്സ്, പരാതിയുള്ള, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്ന ആ മനസ്സിന് പകരം ഒരു സ്തുതി എന്ന മേലാട എന്ന് പറഞ്ഞ എപ്പോഴും ഒരു സ്തോത്രത്തിന്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കാനായിട്ട് കൃപ നമ്മളെ സഹായിക്കും. ഈ കൃപ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പരീക്ഷയുടെ സമയത്ത് കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടോ? കർത്താവിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നത് എബ്രായർ 5-ൽ, അവൻ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും. നമ്മുടെ പരീക്ഷയുടെ സ്ഥാനത്ത് നമ്മൾ ഉറക്ക നിലവിളിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അപകടത്തെ നേരിടുന്നിടത്ത്, അല്ലെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നിടത്ത് ഒരു ഉച്ചത്തിൽ അപ്പനെ അമ്മയും പേര് വിളിച്ച് നിലവിളിക്കും, അയ്യോ എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ. കാരണം കുഞ്ഞുങ്ങൾക്കറിയാം തങ്ങളിൽ തന്നെ അശക്തരാണ്, അപ്പനും അമ്മയ്ക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് മത്തായി പറഞ്ഞ പോലെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയത്തില്ല. നമ്മളൊരു ശിശുവിന്റെ മനോഭാവമുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഈ പരീക്ഷയുടെ സ്ഥാനത്ത് കർത്താവ് ചെയ്തതുപോലെ നമുക്കും കരയാനും നിലവിളിക്കാനും പറ്റത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഒരു ശിശുവിന്റെ മനസ്സാണോ ഒരു മുതിർന്നയാളുടെ മനസ്സാണോ? നമുക്കറിയാം, നമ്മളാണെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഒന്ന് നോക്കിക്കളയാന്നാണ് വിചാരിക്കുന്നത്, ഒന്ന് ശ്രമിക്കാം. പക്ഷെ ഒരു കുഞ്ഞങ്ങനല്ല, അത് പ്രതിസന്ധിയെ നേരിടുമ്പോഴേ നിലവിളിക്കും, സഹായത്തിന് വേണ്ടിയുള്ള നിലവിളി. അപ്പൊ നമ്മൾ കൃപയിൽ വളരുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ നിലവിളി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മത്തായി 5-ലെ ഡിഗ്രി പ്രഭാഷണത്തിലെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ദുഃഖിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ,
നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മത്തായി 5:4 പറഞ്ഞിരിക്കുന്നത്. പരീക്ഷകളിലെല്ലാം നമുക്ക് സഹായത്തിന്റെ ആവശ്യമുണ്ട്, കൃപയുടെ ആവശ്യമുണ്ട്. തങ്ങളെ തന്നെ, തങ്ങളുടെ ബലഹീനത കാണുന്നവരെ, തങ്ങളുടെ ഒന്നുമില്ലായ്മ കാണുന്നവരെ, അശക്തി കാണുന്നവരെ എപ്പോഴും ഒരു നിലവിളിയുടെ ആത്മാവിലായിരിക്കും. അപ്പൊ ശരിയായി സംസാരിക്കണമെങ്കിൽ പോലും നമുക്ക് കൃപയുടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും കേൾക്കുന്നവർക്ക് ആത്മീയവർദ്ധന വരുന്നതായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ വാക്ക് പറയണമെങ്കിൽ പോലും നമുക്ക് കൃപയുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. കൃപയില്ലാണ്ട് നമുക്ക് ഒരു സെക്കൻഡ് പോലും സാത്താനോട് തീർന്നു നിൽക്കാൻ കഴിയത്തില്ല, പാപത്തോട് തീർന്നു നിൽക്കാൻ കഴിയത്തില്ല. നമ്മൾ ഏതളവിൽ ഈ കൃപയെ വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൃപ വ്യർത്ഥമാക്കാന്ന് പറയുമ്പോൾ പരീക്ഷയുടെ സമയത്ത് നമ്മുടെ തന്നെ ശക്തി കൊണ്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൃപയെ അവഗണിക്കുക ചെയ്യുന്നത്, തള്ളിപ്പറയുക ചെയ്യുന്നത്. കാരണം ഒരിക്കലും നമുക്ക് ഒരു നിമിഷം പോലും നിൽക്കാനായിട്ട് കഴിയത്തില്ല നമ്മുടെ ശക്തി കൊണ്ട്. പക്ഷെ താഴ്ന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിലവിളിക്കുന്നവരായിരിക്കും. നമ്മളോട് 1 തെസ്സലോനിക്കർ 5 പറയുന്ന, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, അതിലൊരു വാക്യം ഇതാണ്, അതിന്റെ 16-ാമത്തെ ഇതില്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഈ പ്രാർത്ഥന നമ്മുടെ ബലഹീനതയെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് ചെയ്തൊരു കാര്യം, ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി അപേക്ഷയും അഭയാചനം കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എങ്ങനെ നടക്കുന്നത്, എപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഈ കൃപയിൽ വളരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു നിലവിളിയാണ്. എപ്പോഴും ദൈവത്തേക്ക് നോക്കിയുള്ള ആന്തരികമായൊരു കരച്ചിലാണ്. കർത്താവെ, ഒരു നിമിഷം പോലും നിന്റെ കൃപ കൂടാതെ എനിക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല കർത്താവെ. ഇനി കുടുംബജീവിതത്തിലാണേലും, വ്യക്തി ജീവിതത്തിലാണേലും, സമൂഹത്തിലാണേലും, സഭയിലാണേലും ഒരു നിമിഷം പോലും എനിക്ക് സ്വയമായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. ഏത് നിമിഷവും ഞാൻ വീണു പോകാം. നീ എന്നെ സഹായിക്കണം കർത്താവെ, നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണം, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, നിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. ആ ഒരു നിലവിളി ഈ കൃപയിൽ ജീവിക്കുന്നില്ല, കൃപയിൽ നിലനിൽക്കുന്ന ഒരാള് എപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തില് ആ ഒരു നിലവിളിയോടെ ആയിരിക്കും ജീവിക്കുന്നത്. അതിന്റെ അനന്തര ഫലമാണ് ഈ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. പരാതിയില്ല, എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയും നമ്മൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ വഴികളിൽ അനുവദിക്കുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം കടത്തിവിടുന്നവരാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇല്ലെങ്കിലും ആ സാഹചര്യങ്ങളിലൊക്കെ അവരെ കർത്താവ് കാണുന്ന പോലെ കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൃപയ്ക്ക് അധീനനായിരിക്കണം. അല്ലെ, ഞാൻ താഴ്മയിലായിരിക്കണം നിൽക്കുന്നത്. ഞാൻ താഴ്മയിൽ നിൽക്കുമ്പോഴെല്ലാം കൃപ എൻ്റെ മേലെ ഒരു അധീശത്വം നടത്തുന്ന എനിക്ക് കാണാനായിട്ട് കഴിയും. കാരണം കൃപ എൻ്റെ ചിന്താഗതികളെ മാറ്റുന്നുണ്ട്, എൻ്റെ മനോഭാവങ്ങളെ മാറ്റുന്നുണ്ട്. ഈ കൃപ പാപത്തോടുള്ള എൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതാണ്. പാപത്തോടുള്ള എൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, ആ ചായ്വിൽ നിന്ന് പാപത്തോടുള്ള വെറുപ്പിലേക്ക് എന്നെ നടത്തുന്നത് ഈ ദൈവത്തിന്റെ കൃപ എൻ്റെ മേലെ നിറഞ്ഞിരിക്കുമ്പോഴാണ്. നമുക്ക് ഈ കൃപ നമ്മുടെ പരീക്ഷകളിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? കൃപയാണ് നമ്മളെ, ഞാനീ ചിന്തിക്കായിരുന്നു പലപ്പോഴും, ഈ കഠിനമേറിയ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളത് അറിയാതെ അപ്പുറം കടക്കാറുണ്ട്. അതിന്റെ വേദനയും ഭാരവും ഒന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല. പലപ്പോഴും ഈ ഓപ്പറേഷനിലൂടെ കടന്നു പോകുമ്പം നമുക്ക് അനസ്തേഷ്യ തരാറുണ്ട്. നമ്മൾ ഒന്നും അറിയാറില്ല. ശരിക്കും കൃപ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നാ ചെയ്യുന്നത്. അത് വലിയ
പ്രതിസന്ധി ആയിരിക്കും, പ്രശ്നമായിരിക്കും, സമ്മർദ്ദമായിരിക്കും. പക്ഷെ കൃപയ്ക്ക് അധീനരായിരിക്കുന്നിടത്ത് നമ്മൾ അതിന്റെ ആ ശക്തി അറിയത്തില്ല. നമ്മൾ അതിനപ്പുറത്ത് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. എങ്ങനെ ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇതെങ്ങനെ ഞാൻ ഇതിനെ അതിജീവിച്ചു, അപ്പുറം കടന്നു. ഈ കൃപ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ക്രിസ്തീയത്വമുള്ള ബന്ധത്തിൽ. കർത്താവിനോട് കൂടി നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയതിന്റെ ഉദ്ദേശം എഫേസ്യർ 2:6 നമ്മൾ വായിച്ചത്, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ. കൃപയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മളെ കാണിക്കാനായിട്ടാണ് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കൃപയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ, മുതിർന്നു വരുമ്പോൾ, കൃപയിൽ വളരുമ്പോൾ, നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നമ്മുടെ മേൽ ആധിപത്യം ഉണ്ടായിരുന്ന പാപങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മൾ സ്വതന്ത്രരായി നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മൾ വളരെയധികം പോരാടി നിരാശപ്പെട്ട് ഇനി ഒരിക്കലും എനിക്ക് രക്ഷയില്ലെന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഈ കൃപയുടെ ധനം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ആ പാപത്തെയൊക്കെ നമ്മൾ എങ്ങനെ ജയിച്ചു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ശരിക്കും നമ്മൾ ഇസ്രായേലിന് വേണ്ടി യുദ്ധങ്ങളെല്ലാം ദൈവമാണ് ചെയ്തതെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപയാണ് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്. ഒരു കാലം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവരെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്, ക്ഷമിക്കാൻ കഴിയാതിരുന്നവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ കഴിയുന്നത്, മറ്റേ നമ്മുടെ ചിന്താമണ്ഡലത്തെ കുത്തി നോവിച്ചുകൊണ്ടിരുന്ന പല ഓർമ്മകളും നമ്മൾ ഇന്ന് അവിടെ നോക്കിയത് കാണാൻ കഴിയത്തില്ല. കൃപയിൽ നമ്മൾ വളരുമ്പോൾ ആ സ്ഥാനത്തൊക്കെ നന്ദിയുടെ ഒരു മനോഭാവം നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണാൻ കഴിയും. നമുക്ക് സ്നേഹിക്കാൻ കഴിയാതിരുന്ന, അല്ലെ നമുക്ക് വെറുപ്പുണ്ടായിരുന്ന, കുറുക്കാൻ കഴിയാതിരുന്ന പലരോടും പല കാര്യങ്ങളും ഈ കൃപ നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ അതിജീവിക്കാനായിട്ട് കഴിയും. നമ്മൾ കൃപയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? കൃപയ്ക്ക് വേണ്ടി ചോദിക്കാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. നമ്മളെ തന്നെ താഴ്ത്തുമ്പോഴാണ് ഈ കൃപ നമുക്ക് ലഭിക്കുന്നത്. ഓരോ പരീക്ഷയുടെ സ്ഥാനത്തും എങ്ങനെയാ ഞാൻ താത്തുന്നത്? ഇപ്പൊ എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിലാണെങ്കിൽ, കർത്താവെ, നീ എൻ്റെ വചനത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് പോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ നിന്റെ കൃപ കൂടാതെ എനിക്ക് പറ്റത്തില്ല കർത്താവെ. എനിക്ക് ശ്രമിക്കാൻ പറ്റും, ചിലപ്പോഴൊക്കെ വിജയിച്ചെന്ന് തോന്നും, പക്ഷേ അതിനേക്കാൾ വലിയ വീഴ്ച എൻ്റെ ഉള്ളിൽ സംഭവിക്കും. പക്ഷെ കൃപ എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്നെ പൗലോസപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ആ കൃപ സകലത്തിനും മതിയായതാണെന്നുള്ള കാര്യം യാഥാർത്ഥ്യം. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം ഈ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. എല്ലാം കൃപയാൽ, ദൈവകൃപയാൽ, അതേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. മറ്റേ നമ്മളിൽ തന്നെ പ്രശംസിക്കുന്നവരായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കറിയാം കൃപയാണ് ഇതെന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. ഞാനല്ല. അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവ കൃപയത്രേ. ഞാൻ ആ കൃപയ്ക്ക് വിധേയനായി കഴിയുമ്പോൾ ഈ കൃപയാണ് ഈ പ്രവൃത്തിയെല്ലാം എൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. എനിക്ക് സ്നേഹിക്കാൻ കഴിയല്ലെന്ന് ഞാൻ ചിന്തിച്ചിരുന്നവരോടുള്ള ബന്ധത്തിൽ ഹൃദയപൂർവ്വം ഉറ്റ സ്നേഹിക്കാൻ എന്നെ സഹായിക്കുന്നത് ഈ ദൈവത്തിന്റെ കൃപയാണ്. ഈ രാത്രി സൗരസന്മാരെ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് ഈ താഴ്മയുടെ വഴിയിൽ നിരന്തരമായിട്ട് നടക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം അവിടെ മാത്രമേ ദൈവത്തിന്റെ കൃപ വരത്തുള്ളൂ. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഉന്നത ചിന്തകളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കാൻ, ഏത് കാര്യത്തിലാണ്, പലപ്പോഴും നമുക്ക് മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ ബുദ്ധിശക്തിയിലോ ആരോഗ്യത്തിലോ നമ്മുടെ നിറത്തിലോ നമ്മുടെ കഴിവിലോ അല്ലെ നമ്മുടെ ധനത്തിലോ ഇങ്ങനെ പലതിലും നമ്മൾ അറിയാണ്ട് ആശ്രയിച്ചു പോകുന്ന കാണാൻ കഴിയും. അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപ
കൃപ നമ്മൾ ഇന്ന് ചോർന്നുകൊണ്ടായിരിക്കും. നമ്മൾ ദൈവത്തിന്റെ കൃപയ്ക്ക് അധീനരാകുന്നിടത്ത് പൗലോസ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞല്ലോ, ആ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായ എനിക്ക്. നമ്മൾ കൃപയിൽ വളരും തോറും നമ്മളെ കുറിച്ച് തന്നെയുള്ള അഭിപ്രായം, ഞാനാണ് ഏറ്റവും ചെറിയവൻ. മറ്റേ നമ്മുടെ സ്വയം ഇങ്ങനെ മുന്നേ നിൽക്കും. ഞാനാണ് കാണിച്ചു കൊടുക്കായിരുന്നു, ഞാനാണല്ലോ അത് വൃത്തി ചെയ്തേനെ, ഞാനാണെങ്കിൽ അല്ല, ഞാനാണെങ്കിൽ അങ്ങനെ ഇടപെടത്തില്ലായിരുന്നു, അങ്ങനെ പ്രതികരിക്കത്തില്ലായിരുന്നു. അവിടെയെല്ലാം ഞാനെന്നുള്ളൊരു വ്യക്തി ഉയർന്നു വരുമ്പം എൻ്റെ മേലുള്ള ദൈവകൃപ വ്യർത്ഥമായിക്കൊണ്ടിരിക്കുക ചെയ്യും. അതേസമയം ഞാൻ ഈ കൃപയിൽ വളരും തോറും ഞാൻ എന്നെ തന്നെ ചെറുതായിട്ട് കാണാൻ തുടങ്ങും. താഴോട്ട് പോകാനായിട്ട് തുടങ്ങും. ഈ കൃപയില്ലാണ്ട് നമുക്ക് നമ്മളെ താഴ്ത്താനായിട്ട് കഴിയത്തില്ല. ഇതൊരു തുടർ പ്രക്രിയയാണ്. നമ്മൾ താഴുമ്പോൾ കൃപ ലഭിക്കുന്നു, അത് നമ്മളെ കൂടുതൽ താഴാനായിട്ട് സഹായിക്കുന്നു. വീണ്ടും കൃപ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നു, നമ്മൾ വീണ്ടും കൂടുതൽ ചെറുതാകുന്നു. അവസാനം നമ്മുടെ കണ്ണിന് മുമ്പിൽ ശൗമേല് എന്നോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ കണ്ണിന് മുമ്പിൽ നീ ഏറ്റവും ചെറുതായിരിക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ശൗലിന്റെ ആ മനോഭാവം മാറി. ശമൂവേലിനോട് പറയുന്നു, നീ ജനത്തിന്റെ മുമ്പിൽ എന്നെ അപമാനിക്കരുത്, എൻ്റെ കൂടെ യാഗത്തിന് നീ വരണം. പക്ഷെ ഒരു സമയത്ത് ആ വിളിയോടുള്ള ബന്ധത്തിൽ രാജാവാക്കാനായിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒളിച്ചിരുന്ന ഒരു ശൗലാണ്. സമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന, ഞാൻ ഏറ്റവും ചെറിയവനാണെന്ന് ഏറ്റുപറഞ്ഞ, എൻ്റെ ഗോത്രം ചെറുതാണ്, ആ ഗോത്രത്തിൽ എൻ്റെ കുടുംബം ചെറുതാണെന്ന് ഏറ്റുപറഞ്ഞ ഒരാള് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ മാനിക്കണമെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വരുന്ന കാണാൻ കഴിയും. കൃപ നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ സൗരന്മാരെ ഈ കൃപയിൽ വളരും തോറും നമ്മൾ കൂടുതൽ ചെറുതായിക്കൊണ്ടേയിരിക്കും. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പ്രശംസയും ഉന്നത ഭാവവും എല്ലാം നമുക്ക് നഷ്ടപ്പെടും. നമ്മളോട് ദൈവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽപ്പിന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാൻ പറയുന്നുണ്ട്. ഈ കൃപയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഈ കൃപയാണ് എ ടു ഇസഡ്. ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ സിംഹാസനത്തിൽ മുന്നിൽ നിൽക്കുമ്പം നമുക്ക് ഏറ്റു പറയാൻ ഉള്ളത് അത് തന്നെയാണ്, കൃപയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ രാത്രി ഈ സത്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണു തുറക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന കൃപയുടെ അത്യന്ത ധനം നമുക്ക് അനുഭവിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിലവിളിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. കർത്താവെ, നീ കൃപയാൽ എന്നെ വീണ്ടും ജനിപ്പിച്ചു, അല്ലെ എൻ്റെ പാപം എൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. അതേ കൃപയാൽ കർത്താവെ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് എന്നെ വിടുവിക്കണം. താഴ്മയിൽ നടപ്പാൻ, ഏറ്റവും ചെറിയവനെന്ന് എന്നെക്കുറിച്ച് തന്നെ ചിന്തിപ്പാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠനെണ്ണാൻ, മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ, കർത്താവെ ഞാൻ ഏറ്റവും ചെറിയവനാണെന്നുള്ള ആ സത്യത്തിൽ എപ്പോഴും നിൽപ്പാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണം എന്നുള്ളൊരു നിലവിളിയോടെ സഹോദരന്മാരെ നമുക്ക് ദൈവവും അന്വേഷിക്കാം. ഈ പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവെന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ താഴുന്തോറും ആത്മാവിന്റെ നിറവ് നമ്മളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ബലവാന്മാരാകുന്നിടത്ത് ആത്മാവിന് നമ്മളെ നിറയ്ക്കാൻ കഴിയത്തില്ല. നമ്മൾ താഴുന്തോറും നമ്മളിൽ തന്നെയുള്ള ശക്തി ക്ഷയിക്കും തോറും ആത്മാവിനുള്ള ശക്തി നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ ശക്തിയാണ് നമ്മളെ സകലത്തിനും മതിയാക്കുന്നത്. നമ്മുടെ സ്വന്തം ശക്തി ഏതളവിൽ ക്ഷയിക്കുന്നോ ആ അളവിലാണ് ദൈവശക്തി നമ്മുടെ മേലെ വർദ്ധിച്ചു വരുന്നത് കാണാനായിട്ട് ഇടയായിത്തീരും. അവിടെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, അപ്പോസ്തലൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. ഈ കൃപയാണ് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. കൃപയാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നടത്തുന്നത്. ഈ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക്
ആ നിലയിൽ കൃപയിൽ വളരാനായിട്ട് ദൈവം അന്വേഷിക്കാം. അങ്ങനെ ആ കൃപമേൽ കൃപ പ്രാപിച്ച് നമുക്ക് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് ഇടയായി തീരാം. കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ 1:17-16 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത് 16-ാമത്തെ വാക്യം, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ കൃപമേൽ കൃപ, വർദ്ധിച്ചു വരുന്ന കൃപ നമ്മളെ കൂടുതൽ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് താഴ്മയുടെ വഴി നടന്ന് ഈ കൃപയിൽ നിറഞ്ഞ് കൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ പ്രവൃത്തികളെ കണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് നടക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നൽകിത്തന്ന പ്രവേശനത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ കൃപയിൽ വളരുവാൻ, കൃപമേൽ കൃപ പ്രാപിച്ച് അവിടുത്തെ അതേ സ്വരൂപമുള്ളവരായി തീർന്ന് അവിടുത്തെ മുമ്പിൽ നിൽക്കുമ്പം ലജ്ജകൂടാത്ത മുഖത്തോടെ നിൽപ്പാൻ തക്കവണ്ണം ആത്മാവിൽ അടിയങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കായിട്ടുള്ള വലിയ ദാഹത്താൽ അടിയങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, ദൈവികമായതെല്ലാം ദാഹിക്കുന്നവർക്കാണല്ലോ കിട്ടുന്നത്. ദാഹിക്കുന്നവരോട് വന്ന് കുടിക്കാനാണല്ലോ കർത്താവ് എന്ന് പറഞ്ഞു. ഈ കൃപയ്ക്കായിട്ടുള്ള അടങ്ങാത്ത, അളവില്ലാത്ത ഒരു ദാഹത്താൽ അങ്ങേ അന്വേഷിപ്പാൻ അടിയങ്ങളെ ഹൃദയങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.